ഹലോ നമസ്കാരം. ഐഷൂസ് ടൈം കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കരിമീൻ മപ്പാസാണ് ഉണ്ടാക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ചിക്കൻ മപ്പാസൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. നല്ല വെറൈറ്റി സാധനമാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഇതും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഡിഷിലേക്ക് 2 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഈ മീനിൻ്റെ മുകളിലേക്ക് പുരട്ടാനുള്ളതാണ്. ഇത് ഏകദേശം 1 കിലോ മീനിൻ്റെ അടുത്തുണ്ടാവും. ഒരു 3 മീനാണുള്ളത്. കരിമീൻ നമ്മൾ കരിമീനായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അത് വീട്ടിൽ വളർത്തുന്ന ടൈപ്പുള്ള കരിമീനില്ല, അതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഇതിലേക്കൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ മസാല നമുക്ക് പുരട്ടി കൊടുക്കണം. അങ്ങനെ ആദ്യം നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാലും മീനിലേക്കുള്ള ആ എരിവൊക്കെ ഒന്ന് പിടിക്കുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേമാതിരി ഞാൻ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ നോക്കാം. ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ മീൻ ഒന്ന് പൊരിച്ചെടുക്കണം. ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞ് വരണം, അങ്ങനെയാണ്. അപ്പോൾ ഇതേമാതിരി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിലരൊക്കെ മപ്പാസ് ഉണ്ടാക്കുമ്പോൾ മീൻ പൊരിക്കാതെ ഉണ്ടാക്കുക, പക്ഷേ ഈ ഒന്ന് പൊരിച്ച് ഉണ്ടാക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാണ്ട് മൊരിയാതെ നിൽക്കാഞ്ഞാൽ മതി. അത്യാവശ്യം ഒരു ലെവലിൽ പൊരിക്കുക. ഓക്കെ, എന്നിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് 10 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. അതേമാതിരി 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കണം. മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മളിതിൽ ചേർത്തുന്നില്ല, കാരണം ഓൾറെഡി മീനിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ അരച്ചെടുത്ത് മാറ്റി വെക്കുക. ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 തക്കാളി നീളങ്ങനെ അരിഞ്ഞത്, 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള കുരുമുളക് ചതച്ചത് ഞാൻ എടുത്ത് വെച്ചത്. പിന്നെ വേണ്ടത് ചെറിയുള്ളി ഒരു 8 എണ്ണം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള 1 നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റാക്കി വെച്ചതാണ്. അപ്പോൾ ഇഞ്ചി ഒരു 2 ഇഞ്ച് നീളമുള്ള ഒരു ചെറിയ കഷ്ണവും 10 അല്ലി വെളുത്തുള്ളിയും കൂടിയാണ് എടുത്തത്. ആവശ്യത്തിനുള്ള കറിയിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ 1-ാം പാലും 2-ാം പാലും ഏകദേശം ഒരു 1/2 കപ്പ് വീതം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് മീൻ പൊരിച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവയാണ് ചേർത്തേണ്ടത്. അപ്പോൾ കുറച്ച് ഉലുവ ചേർത്താൽ മതി. അതൊരു 1/4 ടീസ്പൂൺ മതിയാവും, അത്ര ഇട്ടാൽ മതി. ഒരു നുള്ളു മതിയാവും, കാരണം അത് കൂടുതലായാൽ കഴിക്കും. അപ്പോൾ അത്ര മതി. അതൊന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഞാൻ ഒരു 8 എണ്ണമാണ് എടുത്തത്. അതൊന്ന് നിങ്ങളങ്ങനെ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. വീഡിയോ ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കറിയില ചേർത്ത് കൊടുക്കുകയാണ്. 1 തണ്ട് കറിയില എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് സവാളയാണ്. അപ്പോൾ 1 സവാള നീളങ്ങനെ അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതേമാതിരി പച്ചമുളകും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ എരിവൊക്കെ പാകത്ത് നോക്കിയിട്ട് നമ്മൾ മീനിൽ ഓൾറെഡി മുളകൊക്കെ ചേർത്ത് പുരട്ടി ഫ്രൈ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു കറി, അതായത് ഈ മപ്പാസ് ഉണ്ടാക്കുന്ന ആ ഒരു ഗ്രേവിയിലേക്കുള്ള പച്ചമുളക് നമ്മളിപ്പോൾ ഇവിടെ ചേർത്തുന്നുള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് കുരുമുളകും ചേർത്താനുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് എരിവ് ചേർത്തിയാൽ മതി. ഇനി സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. തക്കാളിയൊക്കെ ചേർത്താനുള്ളതാണ്. ചിക്കൻ മപ്പാസ് നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ ഒന്ന് നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ചിക്കൻ മപ്പാസൊക്കെ. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. 1 തക്കാളിയാണ് എടുത്തത്. ഇതിലേക്ക് നമുക്കിനി ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. മീൻ പൊരിക്കുന്നതിൽ മാത്രം നമ്മൾ ഉപ്പിട്ടത്. അപ്പോൾ ഇത് ആ ഗ്രേവിയിലേക്ക് വേണ്ടിയ ഉപ്പ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിലൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടിയും അതേമാതിരി ചെറിയുള്ളിയും കൂടി. ആ ഒരു ഗ്രേവി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വേവിക്കുക. കുറച്ച് നേരം വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇതൊക്കെ. ഇനി ഇതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പിന് കൂടുതൽ, 3/4 കപ്പ് ഞാൻ 2-ാം പാൽ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ മപ്പാസ് എന്ന് പറയുമ്പോൾ ഫുൾ തേങ്ങാപ്പാലിലാണ്, നമ്മൾ വെള്ളമൊന്നും അങ്ങനെ ചേർത്തുന്നില്ല. ഒന്നും കൂടി ഒന്ന് അടച്ച് വേവിക്കുക. എന്നിട്ട് നല്ലതായിട്ട് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് മീൻ പൊരിച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. ഓരോ മീനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഫിഷ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഗ്രേവീൻ്റെ ഒക്കെ ഇതും മാറ്റിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 3 മീനായതുകൊണ്ട് അതിനേക്കുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ട് ഒന്നും കൂടി അടച്ച് വേവിക്കണം. ഓക്കെ, ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ട അതേമാതിരി ഞാൻ എല്ലാം ഒന്ന് മുകളിലേക്കൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് കറിയില ചേർത്ത് കൊടുക്കാം. ഒരു 3 തണ്ട് കറിയിലയാണ് ഞാൻ ചേർത്തുന്നത്.
ഇനി ഇതിലേക്ക് കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. 3 സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചേർത്തുന്നുണ്ട്. കാരണം ആ എരിവൊക്കെ ഒന്ന് റെഡി ആയി വരണം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കുരുമുളക് ചതച്ച് ചേർക്കുക. ഇനി ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തണം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മളെ കരിമീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്